ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിനോട്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അതായത് യു എയിലുള്ളവരുടെ പാസ്പോർട്ടിൻ്റെ വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്പോർട്ട് എങ്ങനെ യു എയിൽ നിന്ന് പുതുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പരിചയപ്പെടുന്നത്. അതിന് പോകേണ്ട വെബ്സൈറ്റ്, എങ്ങനെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് നമുക്ക് നേരെ പോകാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ലാപ്ടോപ്പ് മൊബൈലാണല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതിൽ BLS ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളത് അടിച്ചു കൊടുത്താൽ മതി. അന്നേരം ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അതിൽ ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം അങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമ്മൾ സർവീസ് ടൈപ്പ് എന്താണെന്നൊക്കെ വെച്ചാൽ അടിച്ചു കൊടുക്കണം. പാസ്പോർട്ട് റിന്യൂവൽ എന്ന് പറഞ്ഞ് നടത്താൽ മതി. അതുപോലെ പാസ്പോർട്ടിന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഏത് ലൊക്കേഷനിലേക്കാണ് വേണ്ടത്. ദുബായിൽ തന്നെയാണ്, UAE തന്നെ പല സ്ഥലത്തുണ്ട്. അതിലേതാണ് നമ്മുടെ നിയറസ്റ്റ് പ്ലേസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെറ്റ് സ്ലോ ആണ്, ചെറിയൊരു ലാഗ് വരും. സെർച്ച് ചെയ്ത് പിടിക്കാൻ വേണ്ടി ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അതിന് ആപ്ലിക്കേഷൻ ടൈപ്പ്, അതായത് നമ്മുടെ വിസ റിന്യൂവലാണോ, പാസ്പോർട്ട് റിന്യൂവലാണോ, പാസ്പോർട്ട് ലോസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്, പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനാണോ, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്താ പർപ്പസ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്യേണ്ട ഡേറ്റ്, ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ടൈം സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ടൈം സ്ലോട്ടും, ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ആവശ്യമായ ടൈം സ്ലോട്ട് ഏതാണെന്ന് വെച്ചാൽ അതും എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ടിലുള്ള നെയിം അതേപടി ഒന്ന് അടിച്ചു കൊടുക്കണം. അതുപോലെ കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കണം. അങ്ങനെ ഇന്ത്യയിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും നമ്മൾ അടിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ UAE നമ്പറും കാര്യങ്ങളും, അതായത് പാസ്പോർട്ട് റിന്യൂവുമായി ബന്ധപ്പെട്ട് പോലീസ് ക്ലിയറൻസ് വെരിഫിക്കേഷനൊക്കെ വരുമ്പോൾ അവരൊക്കെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളാണ്. അത് കറക്റ്റായിട്ടുള്ള നമ്പർ കൊടുക്കണം. ആ 2 നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാം. അത് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവർ വിളിച്ചിട്ട് കിട്ടാതെ വരികയെന്ന സാഹചര്യമൊക്കെ ഉണ്ടായാൽ നമ്മുടെ പാസ്പോർട്ട് റിന്യൂവലിന് അതിനൊരു ഡിലേ വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ. ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് ഇനി അവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബ്ലർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാസ്പോർട്ടിലെ നെയിം, ഗിവൺ നെയിം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് അടിച്ചു കൊടുക്കണം. പാസ്പോർട്ടുള്ള അതേപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി. എന്നിട്ടും നമ്മുടെ ആ ബുക്ക് ചെയ്ത സ്ലോട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം. അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ അപ്പോയിൻമെൻറ്റ് ബുക്കിങ്ങിലേക്ക് പോകും. ഇനി ആ സ്ലോട്ട് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഡേറ്റും കാര്യങ്ങളും ടൈമിംഗ് സ്ലോട്ടും ഒക്കെ മാറ്റി വെച്ച് കൊടുത്ത് ട്രൈ ചെയ്യേണ്ട ആവശ്യം വരും. അതുപോലെ തന്നെ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നേരെ നമുക്കൊരു മെയിലിലേക്ക് വരും. മെയിലിലേക്ക് ഒരു OTP വരും. നമ്മൾ അടിച്ചു കൊടുത്ത മെയിൽ ID ഇരിക്കും. ആ OTP വെച്ചാണ് പിന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് വെരിഫൈ ചെയ്യേണ്ടത്. അതുപോലെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിക്കുമ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നമ്മൾ നേരെ ആ ടൈം സ്ലോട്ടിൽ നമ്മൾ പറഞ്ഞ ഡേറ്റിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ നമ്മുടെ MRIS ID ഒറിജിനലും അതുപോലെ തന്നെ നമ്മുടെ പുതുക്കേണ്ട പാസ്പോർട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. പക്ഷേ ഞാൻ ഒരിക്കലും ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, UAE നിന്ന് പുതുക്കാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇതിന് ഏകദേശം UAE നിന്ന് ചെയ്യുമ്പോൾ 8,000-9,000 രൂപ ഇന്ത്യൻ മണി ഏകദേശം മുടക്ക് വരും. ഇത് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2,000 രൂപയിൽ താഴെ നിൽക്കുന്ന കേസ്, 1,500-2,000 രൂപയിൽ താഴെ നിൽക്കുന്ന കേസുകളാണ്. അല്ല, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. രക്ഷയില്ലെങ്കിൽ മാത്രം നിങ്ങൾ UAE നിന്ന് പുതുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് ലീവിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി തീരാൻ 1 വർഷത്തിൽ താഴെ 6 മാസമൊക്കെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പുതുക്കാൻ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് അത് പുതുക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവർ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾ ആ പറഞ്ഞു തരുന്ന ടൈം സ്ലോട്ടിൽ നിങ്ങൾ പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് നമ്മൾ യാതൊരുവിധ പേയ്മെൻറ്റുകളും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മൾ ആ ഡേറ്റിൽ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളും ഏകദേശം 400-450